എല്ലാ സ്കൂൾ ടീച്ചേഴ്സിനും അവാർഡ് കിട്ടിയ ടീച്ചേഴ്സിനും മാത്രം വിളിച്ചുകൊണ്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ ക്ലാസ്സിലിരിക്കാനും ക്ലാസ് കേൾക്കാനൊക്കെ എളുപ്പമാണ്, ഒരക്ഷരം അറിഞ്ഞാൽ മതി. എന്ന് എന്തു പറയും? ചോദ്യം ചോദിക്കാൻ പറഞ്ഞ മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് എല്ലാത്തിൻ്റെ ഉത്തരം അല്ലേ? ഉത്തരം അറിയോ എല്ലാ ചോദ്യത്തിനും? എന്താ? അതാണ് ഉത്തരം. ഇപ്പൊ ചോദിച്ചു പോവാം നമുക്ക്. മോഹൻലാൽ പറഞ്ഞത് ഇന്ന് ശ്രീനിവാസൻ പോയ ദിവസം അല്ലേ? അയാൾ കഥ എഴുതുന്നു, അതിലൊക്കെ ശ്രീനിവാസൻ അല്ലേ? കമോൺ, എന്തെങ്കിലും ചോദിക്കേ. ഇയാള് ചോദിക്കുന്നാല് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ ആരോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ ലോകത്ത്? നമ്മളോടാണ്. എല്ലാ ജീവികളും ആ ജീവികളോട് സംസാരിക്കും. ഇപ്പൊ ഇന്നലെ ABC വന്നിട്ടുണ്ട്. ABC ഓണർ വരും എന്നെ പിക്കപ്പ് ചെയ്യാൻ. ABC ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അയാളിട്ട് വന്ന അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇട്ട് വരിക, ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഇട്ട് വന്നതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരത്തിലൂടെയാണോ എന്നാണ് ചോദ്യം. വാക്കിലാവണമെന്നില്ല, എഴുത്തിലും ആവണമെന്നില്ല. ഓക്കെ, എൻ്റെ ഒരു ഹാഫ് ബ്രദർ ഡെഫ് ആൻഡ് ഡംബ് ആണ്. അയാളെങ്ങനെ എന്നോട് സംസാരിക്കുക? എല്ലാവർക്കും പറ്റുമോ? ഞാൻ വാക്ക് തുറന്ന് ഒച്ച വരുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ, സൈലൻസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആക്ഷൻ കൊണ്ട് പറയാലോ. ഡാൻസർ എങ്ങനെയാ സംസാരിക്കണേ? ആക്ഷൻ. കഥകളി എങ്ങനെയാ? പൂജ എങ്ങനെയാ? പൂജയൊക്കെ ആക്ഷനാണ് അല്ലേ? അപ്പോൾ ആക്ഷൻ കൊണ്ട് മാത്രം പറ്റും. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ പോകാൻ പറ്റും. കറക്റ്റ്. അപ്പൊ അതിലൊന്നും പെടാതെ ഉള്ളിൽ നമ്മളെ സംസാരിക്കുന്നതാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല, ആക്ഷനും ആവശ്യമില്ല, ഇന്ദ്രിയങ്ങളും ആവശ്യമില്ല. വെള്ളം തണുപ്പോ ചൂടോ ചോദിച്ചറിയാം, തൊട്ടാലും അറിയാലോ. ഇപ്പൊ എൻ്റെ സ്പർശം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? സ്മെല്ല് കൊണ്ട് സാധനം അറിയില്ലേ? ഉള്ളിവട എങ്ങാണ്ട് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ലേ? ഉള്ളിവട എന്ന് പറഞ്ഞിട്ടാണോ പറയണത്? സ്മെല്ലിലും അറിയും. ആരെങ്കിലും വിളിക്കുമ്പോൾ പറയുമല്ലോ ഇന്ന ആളാണെന്ന്. അപ്പൊ ഇന്നലെ ഞാൻ നല്ലൊരു രസം ചോദിച്ചു. അവിടെ ഇരിക്കുന്ന നമ്മുടെ ഡിസ്കഷൻ ഇരിക്കായിരുന്നു. ചോദിച്ചു, പൂച്ച എങ്ങനെയാ കരിയാ? പൂച്ച എങ്ങനെ കരിയാ? വ്യത്യസ്തം 3 സൗണ്ടായി. ആണോ അല്ലയോ? ഇങ്ങനെയാണോ? ആണ്. ഇങ്ങനെയാണോ? ആണ്. ഇങ്ങനെയാണോ? ആണ്. ഇനി നിങ്ങൾ ഇതേ സാധനം ചൈനീസുകാർ 3 ആളെ പിടിച്ചിരുന്ന് ചോദിക്കുക, ഇങ്ങനെയല്ല പറയാം. ജപ്പാനായാലും വ്യത്യാസം നിങ്ങൾക്കറിയോ? അമേരിക്കയിലെ പൂച്ചയുടെ സൗണ്ട് പറയാം. ഓരോ രാജ്യത്തും പൂച്ചയുടെ സൗണ്ട്, പട്ടിയുടെ സൗണ്ടും ഒക്കെ ഡിഫറൻ്റ് ആണ്. കുട്ടികൾ കരയുന്ന സൗണ്ട് പോലും ഡിഫറൻ്റ് ആണ് ഓരോ രാജ്യത്തും. ഓക്കെ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും യൂണിഫോം ആണ്. അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. മനം ദർപ്പണ സമാനം എന്നാണ് ശങ്കരൻ പറഞ്ഞത്. മനം എന്ന് പറഞ്ഞാൽ മനസ്സ് ദർപ്പണമാണ് എന്നാണ്. എൻ്റെ ഗുരു മഹാമണ്ഡലേശ്വർ വേദഭാരതി ചൈനയിൽ പോയിരുന്ന് ഇതേപോലെ ക്ലാസ് എടുക്കാൻ ലോകത്തെല്ലായിടത്തും പോകും. അദ്ദേഹത്തോട് എവിടെയാ ആശ്രമം എന്ന് ചോദിച്ചാൽ ഒരു 10,000-30,000 ഫീറ്റ് മുകളിലാന്ന് പറയും. അങ്ങനെ എപ്പോഴും പറക്കല. നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലമാണല്ലോ ആശ്രമം അല്ലേ? നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ മാക്സിമം നിൽക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ. ആരോ ചോദിച്ചോ എൻ്റെ വീട് എവിടെയാണെന്ന്. ഞാൻ 360 ദിവസം ട്രാവലാണ്. പിന്നെ എൻ്റെ വീട് എങ്ങനെയാന്ന് പറയാൻ? ഇടയ്ക്കൊന്ന് ഡ്രസ്സ് മാറാനോ വാഷ് ചെയ്യാനോ പോകുന്നല്ലാതെ അത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അടിക്കും. ഫൈൻ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയാ? മുകളിലെന്താ പറയാ? അപ്പൊ അദ്ദേഹം ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ വരും. അങ്ങനെ പ്രഗത്ഭനായിരുന്നു. വലിയ കഴിവാ. മനം ദർപ്പണ സമാനം, മുമ്പിലിരിക്കുന്ന ആളുടെ. പിന്നെ ഇതൊന്നും ആവശ്യമില്ല, സൈലൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത് 400-500 പേരുള്ള ഒരു ഹാളിലാണ്. മൈക്ക് സെറ്റില്ല, ഒന്നുമില്ല. മൈക്ക് സെറ്റില്ലാണ്ട് 400 ആളോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉറക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുമ്പോഴും ആ തരത്തിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്.
ഇതായിരുന്നു എൻ്റെ ശൈലിയെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഈ ശബ്ദത്തിൽ പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പറ്റുമല്ലോ? ഉറക്കെ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അപ്പോൾ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ശബ്ദത്തിൽ പറയേണ്ട കാര്യം വളരെ ചെറുതായി പറഞ്ഞാലും സൈലൻ്റ് ആണ് അയാൾ. ആണോ അല്ലയോ? ഇപ്പോൾ സൈലൻസ് മാസ്റ്റർ സംസാരിക്കുമ്പോൾ, എൻ്റെ ഗുരു സംസാരിക്കുമ്പോൾ ഇതിൽ ഉറക്ക വരില്ല. 400 പേരല്ല 1000 പേരുണ്ട്, വേണം കേട്ടാൽ മതി പറയും. നമ്മുടെയൊക്കെ ധാരണ ഫാൻ സൗണ്ട് ഉള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല എന്നാണ്. ഞാനിപ്പോൾ ഫാൻ സൗണ്ട് എന്ന് പറയുന്നത് വരെ നിങ്ങൾ ആ സൗണ്ട് കേട്ടിട്ടില്ല. ആണോ അല്ലയോ? ഈ ചെവിക്ക് ഏത് ഫ്രീക്വൻസി ഫിൽട്ടർ ചെയ്യണം, ഏത് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നൊക്കെ തെറ്റാം. അതാണ് സൈലൻസ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ചെറിയ ശബ്ദം പോലും നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉറക്ക സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ നമ്മുടെ ചെവി ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാവും. ഏറ്റവും കൂടുതൽ ചെവി രോഗമുള്ളവരാരാന്നറിയോ? കേരളത്തിൽ ട്രാഫിക് പോലീസുകാരാണ്. സ്ഥിരമായിട്ട് സെൻറ്ററിൽ നിന്നിട്ട് കേട്ട് അവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കെ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നാവും. കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. അവർ സംസാരിക്കുമ്പോഴും സൗണ്ട് കൂട്ടിയിട്ട് സംസാരിക്കും. എന്താ കാരണം? സ്ഥിരമായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദവും കൂടും. ഓക്കെ. ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹം ചെണ്ട കൊട്ടാൻ പോകാറുണ്ട് അല്ലേ? കേട്ട് വരുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം കൂടുന്നത് അതുകൊണ്ടാണ്. ഫ്രീക്വൻസി മാറും.